നമസ്കാരം. നമ്മളൊക്കെ ചെറുപ്പമാവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരാളും തന്നെ പ്രായമാവാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് ഒരു 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചും കൂടി പ്രായമാവണം എന്ന ആഗ്രഹമുണ്ട്, വലുതാവണം, വളരണം എന്നൊക്കെ. പക്ഷേ ഈ 18 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ 10 വർഷം കിടക്കുമ്പോഴും നമുക്കേറെ ദുഃഖമാണ്. 30 ആകുമ്പോൾ 30+ ആയി, 40+, 40 എത്തുമ്പോൾ 40+ ആയി. അങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിന് പിന്നിൽ കടന്നുപോയ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാനായെങ്കിൽ എന്ന ഒരാഗ്രഹമാണ് നമ്മുടെ മനസ്സിൽ തീവ്രമായിട്ടുണ്ടാവുക. നമുക്കൊക്കെ അറിയാം, അത് വെറും ആഗ്രഹം മാത്രമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. സ്വാഭാവികമായിട്ടും നടക്കാത്ത സ്വപ്നങ്ങൾ, നടക്കാത്ത ആഗ്രഹങ്ങൾക്കൊക്കെ അത് ദുഃഖത്തെ ഉണ്ടാക്കുമെന്നുള്ളത് വാസ്തവമാണ്. ശരിക്ക് ഇത് ഒന്ന് ആ ചിന്തയുടെ രീതി ഒന്ന് മാറ്റിപ്പിടിച്ച ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇപ്പം 40 വയസ്സെത്തിയ ആൾ 18 വയസ്സിലേക്ക് എത്തിയില്ല, തൻ്റെ കൗമാര കാലഘട്ടം കടന്നുപോയല്ലോ, അത് മതിയായിരുന്നു, തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. കയ്യെത്തും ദൂരത്തൊരു കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ടൊരു ഒരു കവിത, ഒരു പാട്ട്, സിനിമാ പാട്ടൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോകാൻ, ബാല്യത്തിലേക്ക് തിരിച്ചു പോകാൻ, കൗമാരത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരുമില്ല. അപ്പോൾ നമ്മൾ ഈ തിങ്കിങ് പാറ്റേൺ ഒന്ന് മാറ്റുക. ഇപ്പം 40 വയസ്സുകാരനാണെങ്കിൽ അദ്ദേഹം മനസ്സിൽ സ്വയമേവ കരുതേണ്ടത് 40 18 പോകുകയല്ല വേണ്ടത്, 40 90 പോവുക. അതായത് 90 വയസ്സുള്ള ഒരാളാണ് ഇപ്പോൾ എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ആ 90 വയസ്സുള്ള ഞാൻ ഒരു രാത്രി കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് പ്രഭാതത്തിൽ കൺ തുറന്നപ്പോൾ എഴുന്നേറ്റത് ഒരു 40-കാരനാണ് എന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാമല്ലോ. 40-കാരനായിട്ടാണ് കണ്ണു തുറന്നത്. അങ്ങനെയാണെങ്കിൽ ആ 40 വയസ്സുള്ള ആൾക്ക് 90 തിരിച്ചു പോകുന്നത്. ആ 90 എത്താൻ ദീർഘമായ 50 വർഷങ്ങൾ കിടപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുകയാണെങ്കിൽ 50 സുദീർഘമായ വർഷങ്ങൾ, 50 ഊർജ്ജസ്വലമായ വർഷങ്ങൾ നമുക്ക് ബോണസായിട്ട് കിട്ടുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ കാഴ്ചപ്പാട് മാറ്റുമ്പോൾ ജീവിതം തന്നെ മാറ്റിമറിയും, ദുഃഖങ്ങളില്ലാതാവും. ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചിലപ്പോൾ വിജയിക്കാം.